ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ ഇന്ധനവില കുറച്ച് കേന്ദ്ര സർക്കാർ. പെട്രോൾ ഡീസൽ വില 2 രൂപ വീതമാണ് കുറച്ചത്. പുതുക്കിയ വില നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. പാചകവാതക വില നേരത്തെ കുറച്ചിരുന്നു. എസ് രഞ്ജിത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, നിർണായക നീക്കങ്ങളുമായി ബി.ജെ.പി കേന്ദ്ര സർക്കാർ രംഗത്തെത്തുകയാണ്. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ വലിയ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. ഈ ഇന്ധനവില എപ്പോൾ മുതലാണ് പ്രാബല്യത്തിൽ വരിക? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏത് നിമിഷവും പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരുപക്ഷെ നാളെയോ തൊട്ടടുത്ത ദിവസമോ അത് പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുറച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത്. പെട്രോളിനും ഡീസലിനും 2 രൂപ വീതമാണ് കുറച്ചിരിക്കുന്നത്. നാളെ മുതൽ പുതുക്കിയ വില പ്രാബല്യത്തിൽ വരും എന്നാണ് ഇന്ധന വില നിർണ്ണയ സമിതി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച സൂചനകൾ, അതായത് പെട്രോളിനും ഡീസലിനും വില കുറയ്ക്കും എന്ന തരത്തിലുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു വരികയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഡൽഹിയിൽ 96 രൂപയാണ് ഇപ്പോൾ 1 ലിറ്റർ പെട്രോളിൻ്റെ വില. ഇത് 2 രൂപ കുറഞ്ഞ് 94 രൂപയ്ക്ക് ലഭിക്കും. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രതിപക്ഷം വിലക്കയറ്റം വലിയൊരു പ്രചരണ വിഷയമാക്കി മാറ്റുന്നൊരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പെട്രോളിനും ഡീസലിനും 2 രൂപയുടെ കുറവ് വരുത്താൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച പ്രഖ്യാപനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ച് ചെറിയ രീതിയിലെങ്കിലും ഒരു ആശ്വാസം പകരുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വനിതാ ദിനത്തിൽ ഗാർഹിക സിലിണ്ടറിന് 100 രൂപയുടെ കുറവ് വരുത്തിയിരുന്നു. അത് സംബന്ധിച്ച പ്രഖ്യാപനം പ്രധാനമന്ത്രിയാണ് അന്ന് നടത്തിയത്. വനിതാ ദിനത്തിൽ വനിതകൾക്കുള്ള സമ്മാനം എന്ന നിലയിലാണ് അത്തരത്തിൽ പ്രഖ്യാപനം നടത്തിയത്. ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ പെട്രോളിനും ഡീസലിനും 2 രൂപ കുറവ് വരുത്തിക്കൊണ്ടുള്ള സുപ്രധാനമായ പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നത്. പെട്രോളിനും ഡീസലിനും 2 രൂപ മുതലാണ് വില കുറച്ചിരിക്കുന്നത്. നാളെ മുതൽ പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരും. എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.